ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ അൽഖവനേജിലുള്ള നമ്മുടെ ഖുറാനിക് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്. ആ പാർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, ദുബായിയുടെ ഫ്ലൈറ്റൊക്കെ പോകുന്നത്. അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ കാറിൻ്റെ മുകളിൽ കൂടെ പോകുന്ന രീതിയിലൊക്കെ എടുക്കാനൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഖുറാനിക് പാർക്കിലേക്ക് പോവാണ്. വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പാർക്കിംഗ് കിട്ടാനാണ് കേട്ടോ ഭയങ്കര പാട്. എന്തായാലും ദൈവം സഹായിച്ച് ഇത്തവണ നമുക്ക് അങ്ങനെ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. പാർക്കിംഗ് ഒക്കെ കിട്ടി കേട്ടോ. നമ്മളങ്ങനെ പാർക്കിംഗ് ഒക്കെ കിട്ടി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഇനി ഖുറാനിക് പാർക്കിലേക്ക് പോവാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ പാർക്ക്. ഫ്രണ്ടിൽ തന്നെ പാർക്കിൻ്റെ പേരൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ലെറ്റേഴ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അകത്തേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അതിനകത്ത് ഒരു കേവും അതുപോലെ തന്നെ ഗ്ലാസ് ഹൗസും ഒക്കെ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ നമുക്ക് അവിടുത്തെ എക്സ്ട്രാ നമുക്ക് പേ ചെയ്യേണ്ടി വരും. നമുക്കല്ലാതെ പാർക്കിനകത്തേക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ മുന്നിൽ കാണുന്നതാണ് കേട്ടോ കേവ്. അതിൻ്റെ ആണെങ്കിൽ എൻട്രൻസിലേക്ക് നമ്മൾ നോക്കിയപ്പോൾ നല്ല നീളത്തിൽ നീണ്ടു നിവർന്ന് ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഗ്ലാസ് ഹൗസിലേക്ക് പോകാം. അവിടെ പോയിട്ട് ഗ്ലാസ് ഹൗസും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പാർക്ക് ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് കിലോമീറ്റേഴ്സിനകത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാർക്കാണ്. അപ്പം നമ്മൾ അതൊക്കെ മൊത്തം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് അപ്പോൾ ക്യൂ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാം. അപ്പം നമ്മൾ നേരെ ഇനി ഗ്ലാസ് ഹൗസ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഈ മരുഭൂമിക്കകത്ത് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഈന്തപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ഈന്തപ്പനകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈന്തപ്പഴം ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ നെറ്റൊക്കെ ഇട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് പച്ചയാണെന്ന് തോന്നുന്നു. അങ്ങിങ്ങൊക്കെ ആയിട്ട് ചെറിയ മഞ്ഞ നിറത്തിൽ പഴുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതെ നമ്മുടെ പാർക്ക് നിറച്ച് ഈന്തപ്പഴം. ഇതിൻ്റെ സീസണാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പലയിടത്തും പോയപ്പോൾ ഈന്തപ്പന നിൽക്കുന്നത് കണ്ടു, പക്ഷേ അതിലൊന്നും ഇങ്ങനെ ഫ്രൂട്ട് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാ ഈന്തപ്പനയിലും ഇങ്ങനെ അതെ വിളഞ്ഞ് അത് ചെറിയ രീതിയിൽ ആ മഞ്ഞ നിറം ആകുമ്പോഴാണ് അത് പഴുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ പനയിൽ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മുന്നിൽ കാണുന്ന ക്യൂ ആ ഒരു കേവിനകത്തേക്ക് കയറാനുള്ളതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ സമയമായപ്പോഴാണ് വന്നത്. പാർക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ആസ്വദിക്കണം. ഇവിടെ പിന്നെ ഒരു 7 മണി 7:30 ആയി കഴിയുമ്പോഴേ നമ്മുടെ നേരെയൊക്കെ ഇരുട്ടാറുള്ളൂ. അപ്പോൾ നമ്മളിതേ നടന്ന് കുറച്ച് ക്ഷീണിച്ച് വെച്ചപ്പോൾ ആ ബെഞ്ചിലൊക്കെ ഇരുന്നൊന്ന് ക്ഷീണമൊക്കെ മാറ്റാൻ നോക്കി. പക്ഷേ നമ്മുടെ സൂര്യപ്രകാശം നേരെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല ചൂടുണ്ട്. ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുവഴി വന്നു കഴിഞ്ഞപ്പോൾ നിലത്ത് കിടക്കുന്ന പൂക്കൾ കണ്ടോ. ഈ പൂക്കൾ നമ്മുടെ നാട്ടിലും കാണാൻ പറ്റത്തില്ലേ. നമ്മുടെ ഈ സ്കൂളൊക്കെ തുറക്കുന്ന സീസൺ ആകുമ്പോൾ മിക്ക സ്കൂളുകളിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ വാഗമരം എന്ന് പറയും. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള എല്ലാ നാട്ടിലും വാഗമരം എന്നാണ് പറയുന്നതെന്ന് അറിയത്തില്ല. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ അടിയിലൊരു ഭാഗമുണ്ട്. ആ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നഖമൊക്കെ ഒട്ടിച്ചിട്ട് യക്ഷിയുടെ നഖം അതൊക്കെ പറഞ്ഞ് കളിക്കുമായിരുന്നു. ഈ ഒരു പൂ കണ്ടപ്പോൾ എനിക്കതാണ് കേട്ടോ നൊസ്റ്റാൾജിയ വന്നത്. ഇപ്പം നിറച്ച് പൂവിൻ്റെ ഇപ്പം അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. നമ്മൾ നടക്കുന്ന വഴി നിറച്ച ആ പൂ ഇങ്ങനെ വരുന്ന ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ടെൻറ്റ് പോലെയൊക്കെ അടിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കാനും ഉള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചുറ്റും നല്ല പച്ച കളറിൽ നീണ്ടു നിരന്ന് കിടക്കുകയാണ് പാർക്കും കാര്യങ്ങളൊക്കെ. അടുത്ത
മെയിനായിട്ട് ഇവിടുത്തെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മോസസ് ലേക്കാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഇതേ നോക്കുമ്പോൾ കണ്ടോ, ആ ആൾക്കാരെല്ലാം വെള്ളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ലേക്കിനെ ഒരു പാസേജ് പോലെ വെട്ടിയിട്ട് അതിന് നടുക്കൂടെ ഒരു വഴിയുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഒരു സൈഡ് വൈസ് നോക്കുമ്പോഴേ നമ്മൾ ആ ഒരു ആൾക്കാരിങ്ങനെ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നും. പക്ഷേ അത് അവർ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടല്ല നടക്കുന്നത്, ഇതുപോലൊരു പാസേജ് പോലെ ഇങ്ങനെ ആ ഒരു ലേക്കിനെ കീറി മുറിച്ചുകൊണ്ടുള്ളൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു വന്ന് നിൽക്കുമ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ പോകുമ്പോൾ എരിച്ചിലടിക്കുക എന്ന് പറയും. വെള്ളം ഇങ്ങനെ വന്ന് വീഴത്തില്ലേ, നമ്മുടെ ഇവിടെയൊക്കെ അതിനെ എരിച്ചിലടിക്കുക എന്ന് പറയും. ആ ഒരു വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ആ ഒരു ചൂടത്ത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസവും ഒരു നല്ലൊരു കുളിരും ഒക്കെ വരും കേട്ടോ. ഈ ഒരു വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തിങ്ങനെ വീണുകൊണ്ടിരിക്കുക, ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാനെ കൊണ്ട് നല്ല രസം. നമ്മൾ ഇവിടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മളൊരു സൈഡിൽ കൂടെ നോക്കുമ്പോഴാണ് ഈ ആൾക്കാരെല്ലാം ഈ വെള്ളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ അവരൊക്കെ ചൂടല്ലേ, അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ ലേക്കിന് ചുറ്റും അതുപോലെ തന്നെ ഫൗണ്ടനിലും ഒക്കെ നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി ആയി കഴിയുമ്പോൾ ആ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയാണ്. പക്ഷെ നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പകൽ കണ്ടാലേ ഈ ഒരു ലേക്കിൻ്റെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ കണ്ടില്ലോ, ആ ആൾക്കാരെല്ലാം ആ ലേക്കിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെ ഒരു ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സൺലൈറ്റ് ഉള്ളപ്പോൾ പോയാലേ പറ്റൂ. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ നേരിട്ട് കണ്ടാലേ ഉള്ളൂ. വീഡിയോയിൽ പോലും അത്ര ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് രാത്രി തോന്നിയിട്ടുള്ളൂ. പക്ഷേ രാത്രിയിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ സൺലൈറ്റ് ഉള്ളപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പോകണം. ഏക്കറുകളോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ സൈൻ ബോർഡുകൾ ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുമെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നമ്മൾ നേരെ ഗ്ലാസ് ഹൗസ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോസും ഷോർട്സും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്ഥിരമുള്ളൊരു പരിപാടിയാണ് ഈ പൂ പറിച്ച് മുകളിലേക്ക് എറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന പൂ പറിച്ചൊന്നുമില്ല കേട്ടോ, നമ്മളവിടെ താറ കിടന്ന പൂവൊക്കെ കഷ്ടപ്പെട്ട് പറക്കിയെടുത്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ഒരു വീഡിയോ അത്ര ഹിറ്റായില്ല, ഞാൻ വിട്ടില്ല. പിന്നെയും അവിടെ തറയിൽ കിടന്ന് ഇഷ്ടംപോലെ പൂവുണ്ടല്ലോ, അവിടെ ഇരുന്ന് പെറുക്കിയെടുത്ത് വീണ്ടും പോയി ഒന്നുകൂടി എറിഞ്ഞു. അതൊരു അത്യാവശ്യം കുറച്ചായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ അതിന് ഷോർട്സ് ഒക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരുടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൂ പറിക്കാൻ പോകല്ല കേട്ടോ, ആരും വഴക്ക് പറയല്ലേ. പൂവിൽ ജസ്റ്റ് അത് പിടിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നതുകൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊണ്ട് ഇവിടുത്തെ പ്രത്യേക ചൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊരു പോസ് പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഡയമണ്ട് നെക്ലേസ് സിനിമയിലെ ഒരു സീനുണ്ടല്ലോ, ഒരു സോങ്ങിനകത്ത് നമ്മുടെ ഭഗത്തും ഗൗതമിയും കൂടെ ചെയ്യുന്ന ആ ഒരു സീനാണ് ഉദ്ദേശിച്ചത്. അതൊന്നും വന്നിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ അവിടെ എത്തി. ഗ്ലാസ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 5 ദിർഹംസ് ആണെന്ന് തോന്നുന്നു പെർ ഹെഡ് ടിക്കറ്റ്. ഉള്ളിലേക്ക് കയറുമ്പോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ടെമ്പറേച്ചറിനുള്ളിൽ ഒരുപാട് രാജ്യത്ത് ഒരുപാട് ചെടികളും ഫലങ്ങളും ഒക്കെ ഉള്ള ഒത്തിരി അധികം ഫ്രൂട്ട്സിൻ്റെ ചെടികളായാലും അല്ലാത്തായാലും ഒരുപാട് നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ അകത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയിട്ടുണ്ട്. നമുക്കറിയാം ദുബായിലെ ചൂടിന് നമ്മുടെ നാട്ടിലെ പല ചെടികളും കാര്യങ്ങളൊന്നും വളരത്തില്ല. പക്ഷേ ഇത് ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിനകത്താണ് കേട്ടോ ഇതെല്ലാം വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോരോ ചെടികളും കാര്യങ്ങളും ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കയറി വരുന്നിടത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലീഫി ആയിട്ടുള്ള നമ്മുടെ ചെടികളൊക്കെ ഇല്ലേ, ഈ കളർ പോലുള്ള ഇലയും കാര്യങ്ങളൊക്കെ
അപ്പോൾ ദേ അവിടെ ഒലീവ് ട്രീ ഒക്കെ നമ്മുടെ കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും അവിടെ അവർ കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡിനകത്ത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം. അവധി ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അല്ലാത്ത ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ കണ്ടോ ഇതുപോലൊരു മരമൊക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ട്രീ ആണ് കേട്ടോ, അതിൽ സെറ്റ് ചെയ്തിട്ട് മണ്ടയ്ക്കൂടി ഇങ്ങനെ ഒരു പാസേജ്, വുഡൻ ആയിട്ടുള്ളൊരു പാസേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയകത്ത് ഫുൾ നമുക്ക് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അലൗഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണേലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാം. പുറത്താകുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സമയത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പൂക്കളൊക്കെ ആണെങ്കിലും എല്ലാം ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ കായകൾ മാത്രമല്ല കേട്ടോ, കുറേയൊക്കെ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു വാഴയാണ്, നമ്മുടെ നാട്ടിലെ വാഴ, ഈ ടിഷ്യൂ കൾച്ചർ വാഴയില്ല, അതുപോലത്തെ കുഞ്ഞു വാഴ. അപ്പം ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ വാഴയിൽ ഇത്രയും വലിയ ഏത്തക്കൊല, അതും ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഏത്തക്കൊല എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത്. കാരണം എന്തേ കണ്ടോ, ഒരു കമ്പി വെച്ചിട്ടുള്ള നമ്മുടെ ശരിക്കുള്ള പഴമൊന്നും അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ പഴം അതിൽ അവർ കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടം പോലെ വാഴത്തോട്ടം പോലെ നല്ലപോലെ വാഴ നിപ്പുണ്ട്. പക്ഷേ ആ സംഭവം വാഴ ഇല നമ്മുടെ കായെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലും അല്ല, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം. അതൊരു ഇങ്ങനെ ടോയിനൊക്കെ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുക. ടോയിനാണോ കമ്പിയാണോ എന്ന് ഉറപ്പില്ല. പിന്നെ അതേ നമ്മുടെ മുന്തിരിയുടെയാണ്. മുന്തിരി വള്ളികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ അതിൽ കായും കാര്യങ്ങളൊന്നുമില്ല, ഒന്നിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ സീസണൊക്കെ ആകുമ്പോൾ അതിൽ കായും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. കാരണം അതിൽ നമ്മുടെ ദുബായിലെ ക്ലൈമറ്റിൽ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ എയർ കണ്ടീഷനൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കായ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ പന്തലും കാര്യങ്ങളും ഒക്കെ.
അപ്പോൾ അങ്ങനെ താഴെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതുവഴി ഒരു വുഡൻ ആയിട്ടുള്ള സ്റ്റെയർ പോലെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ കാര്യങ്ങളാണ് കേട്ടത്. ഈ സ്ട്രോളറിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കൂടിപ്പോയാൽ ഒരു മാസമേ പ്രായം കാണത്തുള്ളൂ. അവരെന്ത് കൂളായിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു കുഞ്ഞ് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. നമുക്ക് ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര ഹാപ്പി ആയിട്ട് അവരൊക്കെ പുറത്തിറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെങ്ങാണമായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ ആ കൊണ്ടുപോയ ആൾക്കാരെ വച്ചേക്കത്തില്ലായിരിക്കും. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ജനിച്ച കുഞ്ഞിനെ ഒരു 3-4 മാസം പുറം ലോകം ഒന്നും കാണിക്കാതെ ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നതുകൊണ്ടായിരിക്കത്തില്ലേ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് അതിന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ മാസങ്ങളോളം അടച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അതിനെ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ബാലാരിഷ്ടതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിലുള്ള പൊടിയടിച്ച് കഴിഞ്ഞാൽ ഉടനെ അസുഖം വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ പല രാജ്യത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കുട്ടികളെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അസുഖം വരുന്നതാണെങ്കിൽ അവരൊരിക്കലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു രീതി ശരിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ സോഷ്യലി ഇടപെടാനും അതുപോലെ തന്നെ അവർ പുറം ലോകമായിട്ടൊരു ബന്ധവും കാര്യങ്ങളും ഒക്കെ വരാനും ഒക്കെ നമ്മൾ ശീലിപ്പിക്കണം. അല്ലാതെ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൊച്ചു കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ കുഞ്ഞിലെ അസുഖങ്ങൾ മാറാതെ അവരെ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ അസുഖം വരും. പിന്നെ നമ്മൾ വേണ്ടാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയും, അവർക്ക് കണ്ണ് കിട്ടിയതാണ് കാര്യങ്ങളാണെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയത് അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് അസുഖം വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഒരു 3-4 മാസം അവർക്ക് പുറം ലോകവുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ നമ്മളവരെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ വെക്കും. പിന്നീട് അവർക്ക് ആ ഒരു അഡാപ്റ്റ് ചെയ്യാൻ, അതായത് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നത്. അങ്ങനെ മുകളിൽ മൊത്തം നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. ഇനി എവിടെയെങ്കിലും വന്ന് ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. കാലൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോയിൽ കാണുന്ന അത്ര എളുപ്പമല്ല നമുക്കിവിടെ ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം നോക്കി നമുക്ക് അവിടെ ഇരിക്കാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്ന കാര്യം പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു മൂല ലക്ഷ്യമാക്കി അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഗ്ലാസ് കൂടിനകത്ത് നിർത്തിയിരിക്കുന്ന വേറൊരാളെ കണ്ടത് കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഒരു റൗണ്ട് അടിച്ച് ഇതുവഴി ഒരു റൗണ്ട് അടിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയതെങ്കിലും അപ്പം ഈ ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സൈഡിലെ ഗ്ലാസ്സിനകത്ത് നോക്കി നമ്മുടെ സ്വന്തം കറ്റാർവാഴയാണ് കേട്ടോ നിൽക്കുന്നത്.
നേരം റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം നമ്മൾ ഗ്ലാസ് ഹൗസിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിനകത്ത് തന്നെ ഒരു സൈഡിലായിട്ട് കഫറ്റീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കോഫിയും സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ പറ്റും. എൻട്രൻസിന്റെ തൊട്ടപ്പുറത്തൂടെ തന്നെ നമുക്ക് എക്സിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒത്തിരി അങ്ങ് ചൂട് കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. കാരണം UAE-യിലുള്ളവർക്കറിയാം നമുക്കിവിടെ രാത്രി ആയപ്പോലും നല്ല അടിപൊളി ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ല ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കുറേ ആൾക്കാർ ഇതേപോലെ ഫാമിലിയും കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ അവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പം നമ്മുടെ ലേക്കിൻ്റെ അവിടെ വന്ന സമയത്ത് കുറച്ച് ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു വാട്ടർ ഫൗണ്ടനകത്തൊക്കെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ്, ആ ഒരു പാസേജില്ലേ, അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ട് കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത്. പക്ഷെ നമ്മളൊരു ഫോട്ടോയോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും തോന്നത്തില്ല. അപ്പം നമ്മളൊരു സന്ധ്യ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ലൈറ്റിലുള്ള ഒരു ഭംഗി, ആ ലേക്കിൻ്റെ ഭംഗി, അതുപോലെ തന്നെ ലൈറ്റ് അതായത് എക്സ്ട്രാ ലൈറ്റ് ഉദിച്ച സൂര്യപ്രകാശം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഫൗണ്ടനകത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇരുട്ടായാലും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് കേവിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ കേവിനകത്ത് കയറാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ കയറിയവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു അറബ്, അതായത് അവരുടെ ഒരു മിത്തോളജിയോ എന്തോ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉറുദുവിലാണ് നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇംഗ്ലീഷ് കേൾക്കണമെങ്കിൽ നമുക്ക് 20 മിനിറ്റ് എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവരുടെ പുരാണങ്ങൾ നമുക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ കയറി സമയം കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു പ്രൊജക്ടർ എല്ലാ ഭാഗത്തുനിന്നും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പ്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു കേവിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ലേസർ ലൈറ്റൊക്കെ വെച്ചിട്ട് കേവിൻ്റെ ചുറ്റിനും ഇതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും നമ്മുടെ ഓരോരോ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കൂടുതലും ഈ അറബ് കൺട്രീസിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസൊക്കെയാണ് കൂടുതലും കയറുന്നത് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുരാണവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അവർക്ക് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് അതിൻ്റെ സ്റ്റോറി അറിയാത്തതുകൊണ്ട് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാണ് അതിനകത്ത് കയറിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എക്സിറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നന്നായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് വന്നപ്പോഴും എക്സ്ട്രാ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പകൽ കാണുന്ന ഒരു ഭംഗി, രാത്രി കാണുന്നത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടോ നമ്മുടെ ഈന്തപ്പന ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കവർ ഇട്ടിരിക്കുന്നത് നമ്മുടെ കിളികളൊന്നും കൊത്താതിരിക്കാൻ മാത്രമല്ല കേട്ടോ. ഈന്തപ്പഴം പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അത് പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. അപ്പോൾ അത് താഴെ വീണ് പോകാതെ അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടിയാണ് കേട്ടോ ഈ ഒരു കവർ, അതായത് നെറ്റ് ഇട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പഴുത്തത് ആ ഒരു ഇതിനകത്തേക്ക് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും.
ഒക്കെ ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഇക്കോനാമിക് പാർക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു ഈവനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ല് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അധികം തിരക്കും കാര്യങ്ങളും തെള്ളും മുന്തും ഒന്നും ഇല്ലാത്തൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ലവ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്, അവിടെ പോകാം. അപ്പോൾ അവിടെയാണെങ്കിൽ ലവ് ലേക്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്നേഹത്തെ പൂട്ടിട്ട് താക്കോലും പൂട്ടി വെക്കുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പോൾ ലവ് ലേക്കിലെ നമ്മുടെ താക്കോലും പൂട്ടും ഒക്കെ ഉള്ള ഒരു ബ്രിഡ്ജിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓൾറെഡി ഈ വ്ളോഗ് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, അപ്പോൾ ഇനിയും ഇരുത്തി കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ മറക്കാതിരിക്കുക. ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ ലവ് ലേക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.